ബ്രെഡും മുട്ടയും വെച്ച് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസൊക്കെ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കരിവേപ്പില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഒരു വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തത്. അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. ഉപ്പൊക്കെ ചേർത്ത് പെട്ടെന്ന് തന്നെ വാടി കിട്ടും. പിന്നെ ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഇട്ടത്. അപ്പം എരിവുള്ള പച്ചമുളകാണ്. ഇനി എരിവ് കുറഞ്ഞതാണെങ്കിൽ ഒരു 5 എണ്ണമൊക്കെ എടുക്കാം. പിന്നെ ഉപ്പ് ഇടുന്നുണ്ട്. ഇത് നന്നായിട്ട് വാടി കഴിഞ്ഞതിന് ശേഷം തീ കുറച്ച് വെച്ചതിന് ശേഷം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ഇതിൽ മെയിനായിട്ടുള്ള 2 കാര്യങ്ങൾ ഉരുളക്കിഴങ്ങും കോഴിമുട്ടയും വേവിക്കണം. അത് ഞാൻ 3 എണ്ണം വീതം പുഴുങ്ങിയിട്ട് ഒരു കുക്കറിലിട്ടിട്ട് ഒരുമിച്ചിട്ട് പുഴുങ്ങി വെച്ചതാണ് ഇവിടെ. അതവിടെ മാറ്റി വെക്കുക. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, അതേപോലെ കുറച്ച് കുരുമുളക് പൊടിച്ചത്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇതിലെന്തെങ്കിലും കൂട്ടോ കുറയ്ക്കുകയൊക്കെ വേണമെങ്കിൽ ചെയ്യാം. നല്ല തീ കുറച്ച് വെച്ചിട്ടാണ് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. പൊടീൻ്റെ ഒരു പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഉള്ളിയൊക്കെ നല്ല വാടിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. ഈ ഫില്ലിങ് തന്നെ നമുക്ക് ബ്രെഡിലല്ലാതെ മൈദയിലൊക്കെ വെക്കാം. നമ്മൾ സമൂസയും അടയൊക്കെ ഉണ്ടാക്കുന്ന മാതിരി ഫില്ല് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. പിന്നെ ഞാനിപ്പം എൻ്റെ കയ്യിൽ മാഗി ക്യൂബ്സ് ഉണ്ടായതുകൊണ്ട് അതിൻ്റെ ഒരു പകുതി ഇതിലൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചിക്കൻ്റെ ഒരു ഫ്ലേവറൊക്കെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ചേർക്കണമെന്നും ഒരു നിർബന്ധമില്ല, ഉള്ളതുകൊണ്ട് ചേർത്തതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് 3 എണ്ണം അതും കൂടി ഇതിൽ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഈ ഉള്ളിയും മസാലകളൊക്കെ ആയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് അങ്ങനെ ഉപ്പൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം നമ്മളെ മുട്ട ഉടച്ച് വെച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ട ഞാനൊരു ഫോർക്ക് വെച്ചിട്ടാണ് ഇങ്ങനെ പീസാക്കിയത്. കത്തി വെച്ച് മുറിക്കണമെങ്കിൽ അങ്ങനെ മുറിക്കാം. എന്തായാലും കടിക്കാനുണ്ടാകുമ്പോഴാണ് ടേസ്റ്റ്. നന്നായിട്ട് പൊടിയണമെന്നില്ല. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശം ഇതിലേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നോക്കിയിട്ട് മുളക് കുറച്ച് കുറവാണ് തോന്നുകയാണെങ്കിൽ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ മല്ലിയില അതും കൂടി ഇട്ട് കൊടുത്തിട്ട് തീ ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നമ്മളെ മിക്സ് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പം ശരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതിനെക്കാട്ടിയും ഒന്നും കൂടി ഈസി ആയിട്ട് ഫില്ല് ചെയ്യാം. ഇതിപ്പോൾ അത്ര സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡല്ല, കുറച്ച് ഡ്രൈ ആണ്. അതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്തിട്ട് ആ വെള്ളം ഒഴിവാക്കിയിട്ട് 1 സ്പൂൺ ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ബ്രെഡ് റോൾ ഉണ്ടാക്കണ മാതിരി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഒന്ന് കയ്യിലിട്ടിട്ട് റോൾ ചെയ്തെടുക്കുകയാണ്. ഇനി ഈ ബ്രെഡിൻ്റെ വക്കൊക്കെ കളയണമെങ്കിൽ കളയാം. ഞാൻ സാധാരണ അങ്ങനെ ബ്രെഡിൻ്റെ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കുമ്പോൾ ബ്രെഡിൻ്റെ വക്ക ഒഴിവാക്കലില്ല. ഇനി വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കിയെടുത്തിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൻ്റെ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇനി നിങ്ങൾക്ക് സോഫ്റ്റ് ബ്രെഡ് കിട്ടുകയാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ മസാല വെച്ചിട്ട് ഒന്ന് സമൂസൊക്കെ പോലെ ഒരു കോൺ ഷേപ്പിൽ ഒന്ന് അങ്ങോട്ട് അമർത്തി കൊടുത്താൽ മതി. അതായിരിക്കും ഏറ്റവും എളുപ്പം. പക്ഷേ ഇതൊരു ഡ്രൈ ആയിട്ടുള്ള ബ്രെഡ് ആയതുകൊണ്ട് ചിലപ്പം ചിലർ ചെയ്യുമ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബ്രെഡ് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം റോൾ ചെയ്തിട്ട് എടുത്തത്. അപ്പോൾ ഇതൊന്ന് ഞാൻ ജസ്റ്റ് കാണിക്കാം. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പരത്തിയെടുത്തതിൻ്റെ ശേഷം അതിൻ്റെ വക്കയിലൊന്ന് വെള്ളം വെച്ചിട്ട് ഒന്ന് നനച്ച് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒട്ടിക്കോളും. എന്നിട്ടൊരു കോൺ ഷേപ്പിൽ ക്രോസ് ആക്കിയിട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ ഒരു ഫോർക്കോ സ്പൂണിൻ്റെ ബാക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്നിങ്ങനെ സൈഡൊക്കെ പ്രസ് ചെയ്ത് കൊടുത്താൽ അവിടെ നല്ല ഫിക്സ് ആയിട്ട് ഇരുന്നോളും.
ഇതിപ്പോൾ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ബ്രെഡായ കാരണം ഇങ്ങനെ പൊട്ടി പോകുമോ എന്നുള്ള ഒരിതാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ നല്ലോണം ഇങ്ങനെ റോൾ ചെയ്തിട്ടെടുത്തത്. അതാകുമ്പം പൊട്ടിപ്പോണ പ്രശ്നമൊന്നുമില്ല. പിന്നെ അറിയാത്തവർക്കും നല്ല ഈസി ആയിട്ടൊക്കെ റോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രേ ഉള്ളൂ പണി. ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നല്ല ഡീപ്പ് ഫ്രൈ എടുത്താൽ മതി. അപ്പോൾ നല്ല ഈസി ആയിട്ട് ഇപ്പോൾ ഒരു പാക്ക് ബ്രെഡ് ഉണ്ടെങ്കിൽ ഒരുപാട് പേർക്കുള്ള സ്നാക്സ് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാം. കുറച്ച് സമയം വേണ്ടിയുള്ളൂ. പിന്നെ ചിക്കൻ്റെയും ബീഫിൻ്റെയും ഒന്നും ആവശ്യമില്ല. പിന്നെ ഞാനിത് ഒന്ന് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. പിന്നെ ബ്രെഡ് കുറേ എണ്ണ കുടിക്കുമെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ തീ കുറച്ച് വെച്ചാലാണ് ശരിക്കും എണ്ണ കുടിക്കുന്നത്. തീ നല്ല കൂട്ടി നല്ല ചൂടായതിന് ശേഷം മാത്രം ബ്രെഡ് ഇട്ട് കൊടുക്കുക. പിന്നെ അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കുറേ ടൈമൊന്നും എടുക്കില്ല. കാരണം ഓൾറെഡി ഉള്ളിലൊക്കെ വെന്ത കാര്യങ്ങളാണ്. പിന്നെ ബ്രെഡ് പെട്ടെന്ന് തന്നെ കളറ് മാറി കിട്ടുകയും ചെയ്യും. അപ്പോൾ നല്ല ഗോൾഡൻ കളറാകുമ്പോൾ ഇതിനെ കോരിയെടുക്കാം. ഇത് നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ ചൂടോടുക്കനെ നമുക്കൊരു സമൂസ ഒക്കെ കഴിക്കണ പോലെ തന്നെ കഴിക്കാം. ഇനി ചൂടാറി കഴിഞ്ഞാൽ കുറച്ചും കൂടി സോഫ്റ്റ് ആയാലും നമ്മളൊരു ചിക്കൻ റോളിൻ്റെ ഒക്കെ ഒരു ആ ടേസ്റ്റിലായിരിക്കും ഉണ്ടാവുക. എങ്ങനെയായാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസൊക്കെ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.